ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് 75 ഹാർട്ട് ചലഞ്ച് ഡേ 3 ആണ്. ഇന്ന് ശരിക്കും 75 ഹാർഡാവും മിക്കവാറും. കാരണം ഇന്നത്തെ വ്ളോഗ് എന്താ പറയുക, ഇന്നത്തെ വ്ളോഗിൽ കിട്ടുകയെന്നാവോ. ഇന്ന് എൻ്റെ കസിൻ്റെ കുട്ടിൻ്റെ മുടിയാഴ്ചയാണ് ഗൈസ്. അപ്പോൾ അതിന് പോകണം. ഇപ്പോൾ സമയം 6 മണിയായി. രാവിലെ 5:30 എണീച്ച് നേരെ കുളിച്ച് റെഡിയായി അതിന് പോകണപ്പോൾ. അപ്പോൾ ഇന്നത്തെ 45 മിനിറ്റ്സ് വർക്കൗട്ട് ഒന്നും ആയിട്ടില്ല, ജിമ്മൊന്നും ആയിട്ടില്ല. ജിമ്മിന്ന് റെസ്റ്റ് ചെയ്യണം, പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യണം. അതൊന്നും ആയിട്ടില്ല. വെള്ളം കുടിക്കലോ ഒന്നും ആയിട്ടില്ല. ഇനി പരിപാടിക്ക് പോകുമ്പോൾ അതിനൊക്കെ ടൈം കിട്ടാറില്ല, പക്ഷെ നമ്മൾ തീർക്കും ഗൈസ്. ഇന്ന് 12 മണിക്ക് മുമ്പ്, രാത്രി 12 മണിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും എല്ലാ ഇതും തീർക്കണം. ഇന്ന് മൊത്തത്തിൽ ഭയങ്കര ഇടങ്ങാറാണ്. എഡിറ്റ് ചെയ്യാനുണ്ട്, അത് വലിയൊരു ടാസ്ക്കാണ്. എഡിറ്റ് ചെയ്യാൻ ടൈം എടുക്കുന്നല്ല. അപ്പോൾ ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ കംപ്ലീറ്റ് ആക്കും ഗൈസ്. പിന്നെ അവിടെ പോകുമ്പോൾ നല്ല ഫുഡ് ഉണ്ടാവും, നമുക്ക് പറ്റിയ ഫുഡും മാത്രം നമ്മൾ കഴിക്കുള്ളൂ. അങ്ങനെ പല ടാസ്ക് ഒന്നുണ്ട്. ഇങ്ങോട്ടോക്കെ ആ കണ്ടേ ചിരിച്ച ചിക്കൂല. സാറേ ഓരോ ദിവസം മരിച്ചുകൊണ്ട് നോക്കാം. ഹോർലിക്സ് മധുരമുള്ള തിന്നാൻ മടിയാ. ഇതൊന്നും കണ്ട് നമ്മൾ തളരൂല. അവിടെ വെജ് കറിയുള്ള കാര്യം അറിയില്ല ഗൈസ്. ഗൈസ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് വരട്ടിയതുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കൂട്ടിയില്ല. ബീഫ് കറി കൂട്ടി കാരണം ആ ടേബിളിൽ വെജ് കറി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വെജ് ഇല്ലാച്ചിട്ട് ബീഫ് കറി കൂട്ടി. പക്ഷേ കറിക്ക് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ കറിയിൽ എങ്ങനെ ആയാലും നമ്മൾ ഓയിൽ കൂട്ടും, അത് ഉറപ്പാണ്. എണ്ണ എന്തായാലും കൂട്ടും. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കറിയിലുള്ള എണ്ണ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുമല്ല, എങ്ങനെ എണ്ണ കൂട്ടാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. കുറച്ചൊക്കെ കൂട്ടും. ഞാൻ പറയുന്നത് ജങ്ക് ഫുഡ്, ഭയങ്കര ജങ്ക് ഫുഡ്. വെച്ചാൽ ബ്രോസ്റ്റ്, ബർഗർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനത്തൊന്നും കൂട്ടാൻ പാടില്ല. ചിക്കൻ ഫ്രൈയിലൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ ആയിരിക്കും, അപ്പോൾ എണ്ണ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കൂട്ടിയിട്ടില്ല. ജസ്റ്റ് കുറച്ച് ബീഫ് കറി വെച്ചിട്ടുള്ളൂ. പിന്നെ വെജ് കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാക്കി വെജ് കറി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഗൈസ്, നമ്മുടെ ടാസ്ക് ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല, ഏതും കംപ്ലീറ്റ് ആയിട്ടില്ല. ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ നിന്നാണ്ട് കാണണം. ബാക്കിയൊക്കെ പിന്നെ എപ്പോഴെങ്കിലും റെഡിയാക്കാം. ഡ്രോപ്പ് ഷിപ്പിംഗ് ആകുമ്പോൾ അതിൻ്റെ ആപ്പ് എന്തായാലും വേണം. പക്ഷേ അപ്പോൾ അതിനെപ്പറ്റി ഒരു തേങ്ങ അറിയില്ല അതിനെപ്പറ്റി, ജസ്റ്റ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ കുറിച്ച് ഇങ്ങനെ ഒന്ന് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോസ് ഒന്നും ഇങ്ങനെ കണ്ടു നോക്കാം. അത് മതി. എന്തെങ്കിലുമൊക്കെ ഒരു നോളേജ് ഒരു ദിവസം കിട്ടിയാൽ മതി. ഇന്നത്തെ നമ്മൾ ഡേ ബൈ ഡേ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഏതേ മൂലയ്ക്ക് നിന്നാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കട്ടെ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കൊന്നും തേങ്ങ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യമാണോ അല്ലേന്ന് അറിയില്ലേ. നോക്കാം.
ഇതൊന്നും ചെയ്യണ്ട. ഫേമസ് ആക്കി തരാം. ഏർക്കോ വെക്കട്ടെ വെക്കട്ടെ വെക്കട്ടെ. ഒരു വ്ലോഗിലിടാനല്ലേ? നമ്മൾ ഫോട്ടോഗ്രാഫർ. ഇത് പറഞ്ഞ അതേപോലെ പോവാ പോലേ ഇല്ലേ? എന്തുള്ള ഗുഡ് വാട്ടർ എനിക്ക് വേണ്ട. മധുരല്ലേ മധുരല്ലേ? ആ ഉപ്പിടും. അയ്യേ ഉപ്പിടും. അയ്യോ എനിക്ക് മധുരം നിന്നാടിയാ ചോദിച്ചേക്ക. അതാ പ്രേക്ഷകരോട് ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾ മധുര കണ്ടുപോണോ? കണ്ടോടാ, കമന്റ് ഇടണം. മധുര കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇനി ഇഷ്ടം പോലെ ടാസ്ക് ഉണ്ട്. ഇനി ഇംഗ്ലീഷ് പഠിക്കാണ്ട് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഏകദേശം കുറേ ഒക്കെ നോക്കിയാണ് ഞാൻ. ഫ്രീ ടൈപ്പൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കുറേയൊക്കെ നോക്കി. ഇനി ഇംഗ്ലീഷ് ഉണ്ട്, ഔട്ട്ഡോർ ഇൻഡോർ വർക്കൗട്ട് ഉണ്ട്. പിന്നെ എത്ര 1.5 ലിറ്റർ വെള്ളം കുടിച്ചു. ഇനി 1 ലിറ്റർ വെള്ളം ഇനി കുടിക്കാണ്ട്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ അതിനുള്ള ഇംഗ്ലീഷാണ്. അതിന് ഇൻഡോർ ഔട്ട്ഡോർ വർക്കൗട്ട് ചെയ്യേണ്ട, അത് മെയിനാണ്. അത് ഇനി ടൈം കിട്ടുമെന്നറിയില്ല. നോക്കാം, എങ്ങനെയായാലും നമ്മൾ കംപ്ലീറ്റ് ആക്കും. അത് വേറെ കാര്യം. എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കും ഗൈസ്. മന്തി പീസ് കണ്ടില്ലേ? എനിക്കാ മതി, മന്തിൻ്റെ പീസ് മതി. അതില്ല, അത് കഴിച്ചാണ്. റൈസ് ഒന്നുമില്ല, മന്തി പീസ് മാത്രം മതിയല്ലോ മകേ. ഹലോ ഗായ്സ്, ഞങ്ങൾ ഡ്രസ്സാണ് ഗായ്സ്. നമ്മൾക്ക് പോണ്ടേ? നമ്മൾക്ക് പോണ്ടേ? ആയത് മുരാഴ്ചയൊക്കെ കഴിഞ്ഞു. പാടേ എന്നാലും മനസ്സിലാവുള്ളൂ. എഡിറ്റ് ചെയ്യണ്ടേ? പാടേ. ഗൈസ് ഫോൺ ചെക്കായി. 8-ന് പണി ചെക്കായി. ഇതാണല്ലോ നല്ല ഉറക്കത്തിലുണ്ട് ഗൈസ്. ഇത് ഞാനാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ മുത്തമ്മ. സബ്സ്ക്രൈബ് ചെയ്യോ? റെഡിയായി. ഇതുവരെ ചെക്കായിരുന്നു. റെഡി. നമ്മൾ ബ്ലോഗ് എവിടെയൊക്കെയോ പോവുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഗായ്സ്. ബ്ലോഗർ എവിടെയൊക്കെയോ കറന്നു പോയി ഗായ്സ്. 1 മിനിറ്റ്. ഇവിടെ ബ്ലോഗറും ഇവിടെ ഒരാളും കൂടി കളിക്കാൻ കേട്ടോ. വയറ് കറക്ക വരുന്നുണ്ട്. നിങ്ങളോട് സബ്ദർ സുറൂർ എന്ന് വെച്ചാൽ ബ്ലോഗർ പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഇപ്പ, ലൈക്ക് മുഹമ്മദിന്റെ ഇപ്പ ഉണ്ട് ഗൈസ്. പറയാലോ. ഹലോ
ഹായ് വരാ ഹായ്. നിങ്ങൾ വിചാരിക്കണ്ടോ എന്താണ് ഒന്ന് ഹാപ്പി എന്ന് വിചാരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഫാലിമി എന്നുള്ള ആ മറ്റു വ്ളോഗില് അതിൽ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കും. ഈ കാരണം എന്താ വെച്ചാൽ ഇന്ന് ലാസ്റ്റ് ഡേ. ഇനി സ്കൂളത്തെ പരീക്ഷ കഴിഞ്ഞ സ്കൂളത്തെ ഓഗസ്റ്റ് 20 പരീക്ഷയാണ്. അതുകൊണ്ടാണ് വിചാരിക്കുന്നത് സൽമാൻ കാ മസിൽമാൻ അയിനേക്കാ സൂപ്പർ സ്റ്റാർ ഇവ. യാത്രയിലാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ലോകം മാത്രമല്ല അവിടെ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ചെയ്യണം ഗൈസ്. ഇനി ഞങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, എത്ര പ്രാവശ്യം ഇത് എപ്പോഴാ നീച്ച ഞങ്ങൾ കാത്തുക്കണം. എന്ത് വിജയത് വല്ലാത്ത ചതിത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ഇതുവരെ നമ്മൾ ചലഞ്ച് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് 45 മിനിറ്റ്സ് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള അടുത്തുള്ള വഴിക്കൂടെ അങ്ങനെ നടക്കുകയാണ്. ഒരു പരിചയമില്ല എവിടെയാണെന്നോ. ഇങ്ങനെ നടന്നു പോവാണ് ഗൈസ്. നമ്മൾ ടൈമർ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. നടന്നിട്ട് വരാം. വെള്ളം കുടിക്കാണ്ട് ഇനിയൊരു 200 300 ഇനിയൊരു 1/2 ലിറ്റർ വെള്ളം കുടിക്കാണ്ട് ബുക്ക് വായിക്കാണ്ട് അതുകൂടി ഉള്ളൂ തോന്നുന്നു. ഇനി ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിക്കണം ഗൈസ്. കുറച്ച് നടന്നിട്ടുള്ളൂ. നടന്ന് എവിടെയോ എത്തി. ഇവിടെ ഒരു സ്ഥലവും എനിക്കറിയില്ല എവിടെ എത്തി. നമ്മളെന്തായാലും 45 മിനിറ്റ് നടക്കും. നേരെ അങ്ങോട്ടൊരു 20 മിനിറ്റ്, തിരിച്ചു വരുമ്പോഴും ഒരു 25 മിനിറ്റ് നടക്കുമ്പോൾ 45 കറക്റ്റ് ആകും പെരീക്കെത്തുമ്പോൾ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ റോഡ് എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എവിടെയോ ഒരു സ്ഥലം, ഒരു കാട് പോലത്തെ ഒരു സ്ഥലം. അതിൽക്കൂടെ ഞാൻ മാത്രം ഇങ്ങനെ നടക്കണം, വേറെ ആളില്ല ഇവിടെ. ഇവിടെ ഞാൻ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക. ഇവിടെ വേറെ ഒരാളില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ചിലവരാരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഓൾറെഡി എനിക്ക് തടിയൊന്നുമില്ല. പിന്നെ വെറുതെ 45 മിനിറ്റ് നടക്കുന്നത് ഞാൻ തന്നെ വിചാരിച്ചിട്ട്. അത് വേറെ കാര്യം. ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് തടിയൊന്നും ഇല്ല. തടിയുള്ളവരൊക്കെ ഈ സംഭവം ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. കാരണം 45 മിനിറ്റ്സൊക്കെ നടക്കുമ്പോൾ എന്തായാലും 75 കഴിയുമ്പോഴത്തേന് തടിയൊക്കെ കുറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു, ഞാൻ ശരിക്കും എന്തെങ്കിലും ഇന്നിപ്പോൾ നടക്കണത് ഇന്നിപ്പോൾ ഒരു നടന്നില്ല വെച്ചിട്ട് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അതിലല്ല കാര്യം. നമ്മൾ നടക്കുന്നതിൽ മാത്രമല്ല, ഇതൊരു ഡിസിപ്ലിനാണ്. ഇത് ഡിസിപ്ലിനായിട്ട് ചെയ്യണം. ഇതെല്ലാ ദിവസവും കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നടക്കുന്നതിൽ മാത്രമല്ല, ഡിസിപ്ലിനായിട്ടുള്ള ഒരു പേഴ്സണായി നമ്മളത് മാറ്റും. മനസ്സിലായോ? നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ സ്ഥിരമായിട്ട് നടന്ന് തുടങ്ങിയാൽ. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പത്രം ഇടാൻ പോയിട്ട് പത്രം വേറെ ആളെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈവനിങ് ഇങ്ങനെ നടക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നടക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഏതോ റബ്ബർ തോട്ടത്തിലെത്തി. പഠിച്ചാണ് ഇനി അങ്ങനെ നടക്കാൻ പറ്റുമോ? ഇത് റോഡ് തന്നെയല്ലേ. എന്തായാലും നടന്നു നോക്കാം. ഞാൻ അങ്ങനെ വലിയ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് പൈപ്പ് അടിച്ച് നടക്കാം. ഇവിടെ വരെ പോകും നോക്കാം. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചോട്ടെ. ഇതിങ്ങനെ പോയാൽ പിന്നെ അങ്ങനെ പോയിക്കൊണ്ട് വെക്കും, എൻ്റെ ഉണ്ടാവില്ല. എന്തായാലും ഒരു 20 മിനിറ്റൊക്കെ ആയാലേ തിരിച്ച് വന്നാൽ ഇങ്ങനെ നടക്കും. അല്ലെങ്കിൽ പിന്നെ പെരീകത്തിലുണ്ടാവില്ല. ഇത് നോക്കി, നമ്മൾ ചുറ്റും റബ്ബർ മരം. ഞാൻ മാത്രം ഇവിടെ. ഇത് ആരെ കണ്ടന്റ് പറയുന്നറിയില്ല, എനിക്കറിയില്ല സംഭവം എവിടെ എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാലേ. ഞാൻ ഇങ്ങനെ പോകാനാ. ഇവിടെ റോഡ് എൻഡായി. ഇനി അങ്ങോട്ട് റോഡില്ല, ഓഫ് റോഡാ. പക്ഷെ അങ്ങോട്ട് പോകേണ്ട ടാസ്ക്കാണ്. ഇവിടെ മയിലിൻ്റെ ഒച്ച കേൾക്കണ്ടേ. മയിലൊക്കെ ഇവിടെ എവിടെ ഉണ്ട്, പക്ഷെ കുറച്ച് അങ്ങനെ എവിടെ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കോറിയുണ്ട്, അത് മാത്രമേ എനിക്കറിയാം. പക്ഷേ എവിടെ ഒന്നും അറിയില്ല. എന്തായാലും നല്ല രസമുണ്ട്. ഞാൻ മാത്രം ഇവിടെ എന്താ ആൾക്കാർ വരത്തി ആലോചിച്ചത്. എന്തായാലും നമുക്കിനി തിരിച്ച വഴി അങ്ങോട്ട് തന്നെ നടക്കാം. കുറേ നടന്ന അവസാനം പെടും. അങ്ങോട്ട് എന്തായാലും പോകില്ല, അത് വേറെ ആരോ പ്രോപ്പർട്ടി ആവൂലേ. അപ്പോൾ അങ്ങോട്ട് നടക്കണ്ട, നമുക്ക് തിരിച്ച് നടക്കാം. ഗൈസ് ശരിക്കും പറഞ്ഞാലേ എവിടേക്കോ ഞാനൊരു സോ ട്രിപ്പ് വന്ന പോലെ ഉണ്ട്. ഇത് സ്ഥലം എവിടെ വെച്ചാൽ കുന്നുംപുറം കുറച്ചങ്ങോട്ട് ഉള്ളോട്ട് പോയിട്ടാണ്. കുറച്ച് പോയാൽ മതി.
പക്ഷെ ശരിക്കും ഞാൻ വേറെ ഇവിടെ വന്ന പോലെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വേറെ ആരും ഇല്ല. ഞാൻ ടൂർ വന്ന പോലെ ഉണ്ട്. ഇങ്ങനെ പാട്ടിട്ട് കണ്ട് ഭയങ്കര രസം. ശരിക്കും എനിക്ക് ഭയങ്കര ഉറക്കം വന്നിരുന്നു ഫുഡ് കഴിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ല ഗൈസ്, അവിടെ മധുരമുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പുഡിങ് അങ്ങനത്തെ പലതും ഉണ്ടായിരുന്നു. ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു, ബീഫ് വരട്ടിയതുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിച്ചത് സാധാ ചോറ്, പിന്നെ ബിരിയാണിയിലെ പീസൊക്കെ വേവിച്ചാണ്, അതുകൊണ്ട് വലിയ സീനില്ല. അത് പിന്നെ പയറ് സംഭവം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. മീൻ വറുത്തുണ്ടായിരുന്നു, അതും ഫ്രൈ ആയത് കാരണം നമ്മൾ ഒഴിവാക്കി കട്ട് ചെയ്തു. ഗൈസ് ഇങ്ങനെ വലിയ ഡേ ബൈ ഡേ നമ്മൾ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസിപ്ലിൻ ഇല്ലാതില്ല, കൺസിസ്റ്റൻസി തീരെ ഇല്ല. രണ്ടും ഏകദേശം സെയിം ഇതാണ്. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവരണം, എന്നാലേ നമുക്ക് ലൈഫിലൊക്കെ എന്തെങ്കിലും ആവുള്ളൂ. കൺസിസ്റ്റൻസി ഇൻ സക്സസ് അങ്ങനെ എന്തോ ഒരു വാക്കുണ്ട്. വെച്ചാൽ ജയിക്കണമെങ്കിൽ കൺസിസ്റ്റൻസി പറഞ്ഞ സാധനം നിർബന്ധമാണ്. അത്രയേ ഉള്ളൂ. മലയാളത്തിലതാണ്, ഇംഗ്ലീഷിൽ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ കുറച്ചൊരു പാട്ടൊക്കെ ഇട്ട് ആസ്വദിച്ച് നടക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ നടത്തം കംപ്ലീറ്റ് ആയി. 45 മിനിറ്റ്സ് ഔട്ട്ഡോർ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ വീട്ടിലെത്തി. ഇൻഡോർ വർക്കൗട്ടുണ്ട്, അത് എൻ്റെ നമ്മളെ വീട്ടിൽ പോയിട്ട് ചെയ്യാം, അവിടുന്ന് ചെയ്യാം. ഗൈസ് അങ്ങനെ പെരിയിലെത്തി. നല്ല ഉറക്കക്ഷീണമുണ്ട്. നമുക്കിനി ബുക്ക് വായിക്കണം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് എക്സസൈസ് ചെയ്തിട്ട് കുളിച്ചിട്ട് ബുക്ക് വായിക്കുക, എന്ത് തിന്നിട്ട് പെട്ടെന്ന് കിടക്കണം ഗൈസ്. അമ്മാതിരി ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അതിലേക്ക് ഞാൻ പറയാം. അപ്പോൾ നാളെ കാണാം ഗൈസ്, ബൈ.